മൺസൂൺ ഒരു കാലികവാദമാണ്. ഒരു നിശ്ചിത കാലത്ത് വഴിമാറിയെത്തുന്ന കാറ്റാണ് മൺസൂൺ കാറ്റ്. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അനുഭവപ്പെടുന്ന കാറ്റിനെയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന മഴയെയുമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ ഇടവപ്പാതി എന്ന് പറയുന്നത്. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ സൂര്യന്റെ അയനം അഥവാ ചലനം ഉത്തരാർദ്ധഗോളത്തിലേക്കാണെന്ന് സാങ്കല്പികമായി പറയാം. ഇതേസമയം ദക്ഷിണാർദ്ധഗോളത്തിൽ വിന്റർ സീസൺ ആയിരിക്കും അനുഭവപ്പെടുക. ഇന്ത്യ എന്ന രാജ്യം ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യക്ക് ചുറ്റും ഇന്ത്യൻ മഹാസമുദ്രവും കാണാം. കരഭാഗം സൂര്യതാപമേറ്റാൽ പെട്ടെന്ന് ചൂട് പിടിക്കുമെന്നും പെട്ടെന്ന് തണുക്കുമെന്നും നമുക്കറിയാം. അതുപോലെ സമുദ്രഭാഗം സാവധാനം മാത്രമേ ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ കര പെട്ടെന്ന് ചൂടുപിടിക്കുന്നതിന്റെ ഭാഗമായി കരയുടെ ചുറ്റുമുള്ള അന്തരീക്ഷവും ചൂടുപിടിക്കുന്നു. അതിനാൽ ഇവിടത്തെ വായു മുകളിലോട്ട് ഉയരുന്നു. തൽഫലമായി അവിടെ അന്തരീക്ഷമർദ്ദം കുറയുന്നു. അന്തരീക്ഷമർദ്ദം എന്നാൽ നമുക്ക് മുകളിൽ വായു പ്രയോഗിക്കുന്ന ഒരുതരം ബലത്തെയാണ് അന്തരീക്ഷമർദ്ദമെന്ന് പറയുന്നത്. കരയിൽ ഇപ്പോൾ ന്യൂനമർദ്ദവും കടലിൽ ഉച്ചമർദ്ദവും രൂപപ്പെടുന്നു. വായുവിന്റെ തിരശ്ചീന രൂപത്തിലുള്ള ചലനമാണല്ലോ കാറ്റുകളെന്ന് പറയുന്നത്. ഇതുപോലെ ഇവിടെ ഉയർന്ന മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്ക് കാറ്റ് വീശുന്നു. നമ്മളിപ്പോൾ മഴക്കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലേ? ഇത്തരത്തിലുള്ള മഴയെ ആശ്രയിച്ചാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് തന്നെ. കേരളത്തിൽ നമുക്ക് വർഷത്തിൽ 2 തവണ, അതായത് കാലവർഷം അഥവാ ഇടവപ്പാതി എന്നും തുലാവർഷം എന്നും അറിയപ്പെടുന്ന 2 മഴക്കാലങ്ങൾ അനുഭവപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ത്യയിലെ മൺസൂണിനെ കുറിച്ചും മൺസൂൺ കാലഘട്ടത്തെക്കുറിച്ചും നമുക്ക് വിശദമായി അറിയാം. ഭൂമിയെ പല മർദ്ദമേഖലകളായി തരംതിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഉപോഷ്ണ മേഖല കരഭാഗങ്ങളുടെ മീതെ രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങൾ കാരണമായി മാസങ്ങളോളം വീശുന്ന ഒരു കാലികവാദമാണ് മൺസൂൺ. ഭൂമിയിലെ കാലാവസ്ഥ തീരുമാനിക്കുന്നതിൽ പ്രധാനമാണ് മൺസൂൺ. ഋതുക്കൾ എന്നർത്ഥം വരുന്ന അറബി പദമായ മൗസിം എന്ന പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ഉണ്ടായത്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ 23 ഡിഗ്രി ചരിഞ്ഞാണ് ഭ്രമണം ചെയ്യുന്നത്. ആയതിനാൽ സൂര്യന്റെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് തെക്കും വടക്കുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയും ദക്ഷിണാർദ്ധഗോളത്തിൽ ശേഷിച്ച 6 മാസക്കാലവും സൂര്യന്റെ സ്ഥാനം മാറിവരുന്നു. ഇതിന്റെ ഫലമായുണ്ടാകുന്ന ന്യൂനമർദ്ദ മേഖലകളുടെയും ഉച്ചമർദ്ദ മേഖലകളുടെയും രൂപീകരണമാണ് മൺസൂണിന് കാരണമാകുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ വീശി തുടങ്ങുന്ന കാറ്റ് ഭൂമധ്യരേഖ കടക്കുമ്പോൾ വടക്ക് കിഴക്കൻ ദിശയിലേക്ക് തിരിയുന്നു. ഭൂമിയുടെ ഭ്രമണം, അതുപോലെ കൊറിയോലിസ് പ്രഭാവം എന്നിവ കാരണമാണ് ഈ ദിശാ വ്യതിയാനം സംഭവിക്കുന്നത്. വടക്ക് കിഴക്കൻ ദിശയിൽ വീശി തുടങ്ങുന്ന കാറ്റ് ഒരു നിരീക്ഷകന് തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ വരുന്നതായി അനുഭവപ്പെടുന്നു. ഈ കാരണത്താലാണ് കാലവർഷത്തെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്കെത്തുന്ന നീരാവി നിറഞ്ഞ വായു പശ്ചിമഘട്ടത്തിൽ തട്ടി തണുക്കുകയും മഴയായി പെയ്യുകയും ചെയ്യുന്നു. തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന് 2 കൈവഴികളുണ്ട്. ഒന്നാമത്തെ കൈവഴി അറബിക്കടലിൽ നിന്നും പശ്ചിമഘട്ടം വഴിയും, രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടൽ വഴി ഇന്ത്യയുടെ കിഴക്കൻ തീരത്തേക്കും എത്തിച്ചേരുന്നു. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ തെക്ക് കിഴക്കൻ ഇന്ത്യയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന കാലാവസ്ഥാ സവിശേഷതയാണ് വടക്കു കിഴക്കൻ മൺസൂൺ. വടക്കുകിഴക്കൻ വാണിജ്യക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഈർപ്പം കൊണ്ടുവരുന്നു. ഇത് മഴയ്ക്ക് കാരണമാകുന്നു. ഈ മൺസൂൺ പ്രധാനമായും ബാധിക്കുന്നത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള തെക്കു കിഴക്കൻ ഇന്ത്യയെയും കിഴക്കൻ തീരത്തിന്റെ ചില ഭാഗങ്ങളെയുമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ അപേക്ഷിച്ച് മഴ പലപ്പോഴും കുറവായിരിക്കുമെങ്കിലും ബാധിത പ്രദേശങ്ങളിൽ വലിയ അളവിൽ തന്നെ മഴ ലഭിക്കും. കേരളത്തിൽ പൊതുവെ ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴയായിട്ടാണ് അനുഭവപ്പെടുന്നത്. ITZZ അഥവാ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നത് ഭൂമധ്യരേഖയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു താഴ്ന്ന മർദ്ദമേഖലയാണ്. ഇത് വടക്കൻ ദക്ഷിണ അർദ്ധഗോളങ്ങളിലെ വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഇടം കൂടിയാണ്. സ്ഥിരമല്ലാത്ത ഒരു മേഖല ആയതിനാൽ സൂര്യന്റെ സ്ഥാനമനുസരിച്ച് വടക്കോട്ടും തെക്കോട്ടും ഇവ നീങ്ങുന്നു. സാധാരണയായി ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായി നിലനിൽക്കുന്ന ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിന്റെ ഭാഗമായി കരയിൽ നിന്നും കടലിലേക്കാണ് കാറ്റ് വീശുന്നത്. ഇതിൽ ഈർപ്പമില്ലാത്തതിനാൽ മഴ കുറവായിരിക്കും.
എന്നാൽ ജൂൺ മാസത്തിൽ ITZZ മുകളിലേക്ക് നിൽക്കുമ്പോൾ കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നു. അതിനാൽ ITZZന്റെ ഈ പ്രവർത്തനം മൂലം കാറ്റിന്റെ ഈ വ്യതിയാനം കാരണവും സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് എന്ന് വിളിക്കാം. മൺസൂൺ ചരിത്ര കാലഘട്ടം മുതൽ തന്നെ ജനവിഭാഗത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അറബികളും യൂറോപ്യന്മാരും ഈ വാണിജ്യ കാറ്റുകളുടെ സഞ്ചാരദിശ മനസ്സിലാക്കിയാണ് ഇന്ത്യയിലേക്ക് വ്യാപാരത്തിനായി എത്തിയിട്ടുള്ളത്. വിവിധ സസ്യജന്തുജാലങ്ങളുടെയും മനുഷ്യരുടെയും നിലനിൽപ്പിന് തന്നെ ഏറെ സഹായകരമായ ഒരു ഘടകമായി മൺസൂൺ വർഷാവർഷം ഇന്ത്യയിലേക്ക് എത്തുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.